വീഡിയോയുടെ തംബ്നെയിലും ടൈറ്റിലൊക്കെ കണ്ട് അത്യാവശ്യം ഭയത്തോടു കൂടി ചിലപ്പോൾ ചില നെഗറ്റിവിറ്റിയോട് കൂടി തന്നെ ആയിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണാൻ സ്റ്റാർട്ട് ചെയ്യുക. ചിലരെങ്കിലും മനസ്സിൽ എന്നെ തെറി വിളിച്ചിട്ടുണ്ടാവും. ഈ ചങ്ങാതി എന്തിനാണ് ജൂണിൽ നടക്കാൻ പോകുന്ന എക്സാമിനെ കുറിച്ച് ഇപ്പോഴേ വന്നിട്ട് എന്ത് ചെയ്യുന്നത്, യൂട്യൂബിൽ ഞങ്ങളങ്ങനെ പേടിപ്പിക്കുന്നത്. എക്സാം എന്തെങ്കിലും ആയിക്കോട്ടെ, അതിങ്ങനെ യൂട്യൂബിൽ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറയുന്നത് എന്തിനാ എന്നൊക്കെ ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും. ഉറപ്പായും താഴെ കമൻറ്റിൽ പലരും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തിട്ടുണ്ടാവും, ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും, സാറേ പേടിയാവുന്നു, എന്ത് ചെയ്യണം എന്നറിയില്ല. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം അല്ലെങ്കിൽ എക്സാമിന് അതിൻ്റെ അപ്ലിക്കേഷൻ ഫീസ് കടം ചോദിക്കുന്നുണ്ട്. എന്നോട് കടം ചോദിച്ച ഒരുപാട് കുട്ടികളുണ്ട്. സംഭവം എന്ന് വെച്ചാൽ അവർക്ക് വീട്ടിൽ ചോദിക്കാൻ പറ്റുന്നില്ല, അവർക്ക് അവരുടെ പാരൻസിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള സമയത്ത് എന്തിനാണ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം അല്ലെങ്കിൽ എക്സാം ടഫ് ആവുമെന്ന് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം, എൻ്റെ പിറകിലുള്ള ഡാറ്റ നിങ്ങളോട് സംസാരിക്കും. എൻ്റെ പിറകിലുള്ള ആദ്യമുള്ള ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 2009 മുതൽ 2025 വരെ +2 എക്സാംസ് നടന്ന വർഷത്തിൽ അതിലെന്ത് ചെയ്യുന്നു, ഓരോ വർഷവും എത്ര കുട്ടികൾ ഹയർ സ്റ്റഡീസിന് എലിജിബിളായി അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ പാസ്സായി എന്നുള്ളതിൻ്റെ പാസ് പെർസെൻറ്റേജും താഴെ ഇയറും നമ്മളൊരു ഗ്രാഫാണ്. അതിനുശേഷം നമ്മളുടെ ഇത്തവണ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിലെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾ പറയണം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, ഞാൻ വെറുതെ വ്യൂസ് കിട്ടാനോ അല്ലെങ്കിൽ ക്ലിക്ക് ബൈറ്റിന് വേണ്ടി ഒരു തമ്മിൽ കൊടുത്താണോ നിങ്ങൾ എന്നെ ഡിസൈഡ് ചെയ്യണം. ആദ്യം നമുക്ക് ഈ ഗ്രാഫ് അനലൈസ് ചെയ്യാം. ഈ ഗ്രാഫിൽ നിങ്ങൾ നോക്കുക, ഈ ഗ്രാഫ് ഒറ്റയടിക്ക് നിങ്ങൾ നോക്കുക, നിങ്ങൾ വീഡിയോ പോസ് ഒക്കെ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ട്രെൻഡ് തോന്നിയോ? നിങ്ങൾ ട്രെൻഡ് തോന്നിയോ? ചില ആൾക്കാർ ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ചില കുട്ടികളുണ്ട്, അതിലൊക്കെ അങ്ങനെ ഇതേപോലെ ഗ്രാഫുകളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് അതിലെന്തെങ്കിലും ട്രെൻഡ് തോന്നിയോ? നിങ്ങൾ നോക്ക്, റീസെൻ്റ് ആയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയി നടന്ന വർഷത്തിൽ അതായത് ഇക്കൊല്ലത്തെ വിൻ പെർസെൻറ്റേജ് എത്ര, 77.81%. റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ 10-15 വർഷത്തോളം നടന്ന ഏറ്റവും ടഫസ്റ്റ് എക്സാമാണ് എന്ത്, ഇത്തവണ നിങ്ങൾ എഴുതിയത്. അതിൽ ഇൻ കേസ് ചില കാരണങ്ങളാൽ നിങ്ങൾക്ക് ചില സബ്ജക്ട്സിൽ എന്ത് ചെയ്തിട്ടുണ്ടോ, പാസ്സാവാൻ പറ്റിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച മാർക്ക് ഉണ്ടായിട്ടില്ല. ഇത്തവണ സയൻസ് ആണെങ്കിൽ കെമിസ്ട്രിയുടെ കേസ് എനിക്കറിയാം, കൊമേഴ്സ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു എക്കണോമിക്സും ബിസിനസ് സ്റ്റഡീസും അക്കൗണ്ടൻസും ഒക്കെ ടഫായിട്ടുണ്ട്. ഹ്യൂമാനിറ്റീസിൻ്റെ കേസ് എനിക്ക് കൃത്യമല്ല, എനിക്ക് തോന്നുന്നു അവിടെ 2-3 സബ്ജക്ട്സ് ടഫായിട്ടുണ്ട്. പെർസെൻറ്റേജ് നോക്ക്, നിങ്ങൾ അതിനേക്കാൾ കുറച്ചുകൂടി ഗ്രാൻഡ് പിക്ചർ നോക്ക്. ഇത് കൊറോണയുടെ പീക്ക് വർഷം കേട്ടോ, കൊറോണയുടെ പീക്ക് വർഷം. ആ വർഷം നിങ്ങൾ നോക്കണ്ട, 87% വിജയശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഡബിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനൊരു പെർസെൻറ്റേജ് വളരെ കൂടുതലായിരുന്നു, സ്പെഷ്യൽ സിറ്റുവേഷനാണ്. അതിനുശേഷം ആ ട്രെൻഡ് നിങ്ങൾ കണ്ടോ, ആ ട്രെൻഡ് താഴോട്ടാണ്. അതായത് ഓരോ വർഷവും +2 പാസ്സാവുന്ന കുട്ടികളുടെ എണ്ണം അല്ലെങ്കിൽ പെർസെൻറ്റേജ് എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞു വരുന്നുണ്ട്. എല്ലാം കുറഞ്ഞു വരിക. കഴിഞ്ഞ വർഷം 39,000 കുട്ടികൾക്ക് ഫുൾ A+ ഉണ്ടായിരുന്നെങ്കിൽ അത് ഇത്തവണ എന്ത് ചെയ്തിട്ടുണ്ട്, 30,000 കുറഞ്ഞിട്ടുണ്ട്. 9,000ൻ്റെ കുറവാണ് സംഭവിച്ചത്. കഴിഞ്ഞ വർഷം 100ൻ്റെ മുകളിൽ ഫുൾ മാർക്ക് 1200 1200 ഉണ്ടെങ്കിൽ അത് ഇത്തവണ എത്രയാണ്, വെറും 41 കുറഞ്ഞിട്ടുണ്ട്. A+കളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. വിജയശതമാനം 100% സ്കൂളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഇതൊരു ട്രെൻഡല്ലേ? ആ ട്രെൻഡ് തുടരും, ഉറപ്പുള്ള കാര്യമാണ്. അതായത് ജൂണിൽ നടക്കാൻ പോകുന്ന നിങ്ങളുടെ +2 അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഈ കൂട്ടത്തിൽ പെടുന്നതാണ്. അതേ ട്രെൻഡ് തുടരും, അതായത് കൂടുതൽ ഡിഫിക്കൽട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പിറകിൽ പല എന്ത് ചെയ്യും, വാദങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കോമ്പറ്റീവ് എക്സാമിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുകയാണ്, അല്ലെങ്കിൽ എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ സ്റ്റാൻഡേർഡ് കൂട്ടുക എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വാദിക്കാം, അല്ലെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യാം. അതിനല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ആരും എന്ത് ചെയ്തത്, നമ്മുടെ മന്ത്രിയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിനോ താഴെ പോയി തെറി വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഇത് ആ ട്രെൻഡ് വ്യക്തമല്ലേ? ഇനി ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്തവണ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടുണ്ട്. അതിലൊരു ഭാഗം പ്രൈവറ്റ് കമ്പാർട്ട്മെന്റൽ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട്. റെഗുലർ കുട്ടികളല്ല ഇവർ, അതായത് ഇത്തവണ മാർച്ചിൽ എക്സാം എഴുതിയ കുട്ടികളാണ്. അവരെ കുറിച്ചുള്ള ഡാറ്റയാണ് ഇതിൽ. അതായത് 2017 മാർച്ച് മുതൽ 2024 മാർച്ച് വരെ അവർ സെക്കൻഡ് ഇയർ എക്സാമിന് എന്ത് ചെയ്തു, അപ്പിയർ ചെയ്തിട്ട് ഉന്നത പഠനത്തിന് യോഗ്യത നേടിയിട്ടില്ല. അതായത് ഇപ്പോൾ ചില കുട്ടികൾക്ക് പേപ്പർ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതുപോലെ മുൻ വർഷങ്ങളിൽ 2017 മാർച്ച് മുതൽ 2024 വരെ അവർ +2 എക്സാം എഴുതിയിട്ട് പോലും അവർക്ക് ക്ലിയർ ചെയ്യാത്ത കുട്ടികൾ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം അല്ലെങ്കിൽ +2 കഴിഞ്ഞ വർഷത്തെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കേസൊക്കെ ആയിട്ട് ചില കുട്ടികൾക്ക് എക്സാം എഴുതിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള എത്ര കുട്ടികളുണ്ടായിരുന്നു, 33,807 ഉണ്ടായിരുന്നു. 33,807 കുട്ടികളുണ്ടായിരുന്നു. അതിൽ വെറും 7,251 പേരാണ് ജയിച്ചത്. പാസ് പെർസെൻറ്റേജ് നോക്ക് 21.45. അതായത് റെഗുലർ എക്സാം നിങ്ങൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എക്സാം എഴുതി പാസ്സാവാത്ത ആൾക്കാർ വീണ്ടും എക്സാം എഴുതുമ്പോഴുള്ള വിൻ പെർസെൻറ്റേജാണ് 21.45.
അതെന്തുകൊണ്ടായിരിക്കും? ഒന്നാമത്തെ കാരണം ഈ സേ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെന്റ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള പേപ്പറാണ്. ഞാൻ ഫിസിക്സ് സബ്ജക്ട് എടുക്കുന്ന ആളാണ്. ഞാൻ പേപ്പർ അനലൈസ് ചെയ്ത് നോക്കി. ഫിസിക്സിൽ ഇത്രയും കാലം വന്നാൽ കഴിഞ്ഞ 10-15 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ അതിലൊരു ടഫ് ക്വസ്റ്റ്യൻ വന്നാൽ അത് ഒന്നെങ്കിൽ എന്തായിരിക്കും ഇമ്പ്രൂവ്മെന്റ് എക്സാം ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഇയറിൽ എന്ത് ചെയ്യും ഫിസിക്സ് ടഫ് ആയിട്ടുണ്ടാവും. മോസ്റ്റ് കേസിൽ അത് ഇമ്പ്രൂവ്മെന്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ചില എൻട്രൻസിനും കീമിനൊക്കെ വരുന്ന ചില ചോദ്യങ്ങൾ ഇമ്പ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രത്യേക രീതി എന്ന് എനിക്കറിയില്ല. ഒരേ രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നത് പറയപ്പെടുന്നു. അതായത് മോഡലും പബ്ലിക്കും ഇമ്പ്രൂവ്മെന്റും ഒരേ രീതിയിലാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ചിലപ്പോൾ അതിൽ നോർമലായി ഈസി ആയുള്ള 2 പേപ്പേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ആദ്യം മോഡലായിട്ടും പബ്ലിക്കായി നടത്തിയിട്ടുണ്ടാവും. ബാക്കി വരുന്നൊരു സെറ്റില്ലേ ഏറ്റവും ഡിഫിക്കൽട്ട് സെറ്റ്, മേ ബി അതായിരിക്കും ഈ ഇമ്പ്രൂവ്മെന്റ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും മേ ബി ഈ പാസ് പെർസെൻറ്റേജ് കുറവ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, 21% കുട്ടികൾ മാത്രമേ എന്തുള്ളൂ പാസ്സാകുന്നുള്ളൂ സേ എക്സാം എഴുതിയിട്ട്. ടഫല്ലേ? അതിന് ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സ്കൂളുകളില്ല. അതായത് സേ എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ വീടുകളിലൊക്കെ ഇരുന്ന് പഠിക്കുകയാണ്, അല്ലെങ്കിൽ ക്ലാസ്സുകളോ ഫ്രണ്ട്സോ ഒന്നുമില്ല, നിങ്ങളെ കൂടെ പഠിച്ചവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഉയർന്ന എന്തെങ്കിലും പഠനത്തിനൊക്കെ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തോ സാഹചര്യം കൊണ്ടായിരിക്കും ക്ലാസ്സുകൾ റെഗുലറായിട്ട് കിട്ടുന്നില്ല, ഒരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ല, ഒരു ടീച്ചറിൻ്റെ ഗൈഡൻസ് ഇല്ല, അല്ലെങ്കിൽ ഒരു മെൻറ്ററായിട്ട് ഗൈഡൻസ് ഇല്ല, കൂടെയുള്ള ഫ്രണ്ട്സിൻ്റെ ഒരു ഗൈഡൻസ് ഇല്ല. അവർക്ക് ഏത് ബുക്കുകൾ നമ്മൾ ഫോളോ ചെയ്യണം, ഏത് ക്ലാസ്സുകൾ കാണണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ എക്സാം എഴുതണം, എത്ര മാർക്കിലാണ് ഓരോ ചോദ്യം അറ്റൻഡ് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ ഒരാളുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ പാസ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ പ്രൈവറ്റ് കമ്പാർട്ട്മെൻറ്റലൈസ് കുട്ടികളുടെ ഈ പാസ് പെർസെൻറ്റേജ് തന്നെ വ്യക്തമാണ്. ഒരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഒരു പ്രോപ്പർ പ്രിപ്പറേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് പാസ്സാകാൻ പറ്റില്ല. മിക്കവാറും ഈ നടന്ന ഇതിൽ പെർസെൻറ്റേജിൽ നല്ലൊരു ശതമാനം പേര് എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ 1-on-1 ട്യൂഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിൽ ട്യൂഷനൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ രീതിയിൽ പാസ്സായ കുട്ടികളായിരിക്കും ഇത്. ബാക്കിയുള്ളവർക്ക് പല പല കാരണങ്ങളാൽ മേ ബി ഫൈനാൻഷ്യൽ ആയിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും തിരക്കുകളോ അസുഖങ്ങളോ കാരണമായിരിക്കും മേ ബി പോകാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അവയർനെസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് ഈ പാസ് പെർസെൻറ്റേജ് ഇനി വരാൻ പോകുന്ന സേ എക്സാമിന് ഓൾറെഡി പേപ്പർ കയ്യിൽ നഷ്ടപ്പെട്ട കുട്ടികൾ, അല്ലെങ്കിൽ മാർക്ക് നഷ്ടപ്പെട്ട് ഇമ്പ്രൂവ് ചെയ്യുന്ന കുട്ടികൾ, അവർ ആ പെർസെൻറ്റേജ് കൂട്ടിയേ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ബാച്ചിൻ്റെ പേര്. അതായത് പല കുട്ടികളും ചോദിച്ചു എന്തുകൊണ്ട് എഡ്യൂപോണിന് യൂട്യൂബിൽ ക്ലാസ് ഒന്നുവിടാം. യൂട്യൂബിൽ നമുക്ക് ക്ലാസ്സസ് ഇങ്ങനെ തരാം. സത്യം പറഞ്ഞാൽ ഈ ഒരു കഴിഞ്ഞ വർഷം മൊത്തം എഡ്യൂപോണിന് യൂട്യൂബ് ക്ലാസ് ഇഷ്ടംപോലെ തന്നിട്ടില്ലേ? സത്യം പറഞ്ഞാൽ ആ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതെന്നെ കണ്ട് പഠിച്ചൂടെ? പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു ക്ലാസ് യൂട്യൂബിലുള്ളതുകൊണ്ട് ക്ലാസ് തന്നുകൊണ്ട് മാത്രം നിങ്ങൾക്ക് പഠിച്ച് പാസ്സാൻ പറ്റും തോന്നുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എഡ്യൂപോണിൻ്റെ ഇത്തവണത്തെ റിസൾട്ട് നിങ്ങൾ നോക്കുക. ഇത്തവണ നമുക്ക് 5 സ്റ്റുഡൻസ് ആണ്, 41 ഫുൾ മാർക്കിൽ 5 സ്റ്റുഡൻസ് എഡ്യൂപോണിൻ്റെ സ്റ്റുഡൻസ് ഫുൾ മാർക്ക് വാങ്ങിയിട്ടുണ്ട്. അവർക്ക് കൃത്യമായി ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ക്ലാസ് മാത്രമല്ല മക്കളെ, ക്ലാസ് മാത്രമല്ല, നിങ്ങൾ സ്കൂൾ ആലോചിച്ച് നോക്കുക, സ്കൂളിൽ ടീച്ചേഴ്സ് അധ്യാപകർ ക്ലാസ് മാത്രം എടുക്കുന്നത് അല്ല, വേറെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് എന്തായാലും ഇത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു പ്രോപ്പർ ഗൈഡൻസ്, ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് വേണം. രണ്ടാമത് ഒരു മെൻറ്റർ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചോ ഇല്ലയോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരു മെൻറ്റർ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ യൂട്യൂബിലാണ് ഇതൊന്നും നടക്കില്ല. യൂട്യൂബിലാണ് നമ്മളൊരു വീഡിയോ തരുന്നു എന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. അത് ആക്ച്വലി ഒരുപാട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വീഡിയോസ് യൂട്യൂബിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്കത് അറിയാം, നിങ്ങൾക്ക് അതിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് മക്കളെ, നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയ ഫീസ്, ആരൊക്കെ ഇന്നലെ പറഞ്ഞു സാർ ഇത് ഭയങ്കര പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. മക്കളെ ചാർജ് ചെയ്യുന്ന എമൗണ്ട് ഇതാണ്. നിങ്ങൾ നോക്കൂ, ഒരു സബ്ജക്റ്റിന് 999. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു 1-on-1 ട്യൂഷൻ ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു പേപ്പർ പാസ്സാക്കാൻ 8000 രൂപയ്ക്കാണ് എന്ത് ട്യൂഷന് വേണ്ടിയിട്ട്, സേക്ക് വേണ്ടിയിട്ട് വെറും 10 ദിവസം 15 ദിവസത്തിന് വേണ്ടി പലരും ചാർജ് ചെയ്യുന്നത്. ആ സമയത്താണ് നിങ്ങൾക്ക് വെറും 999 ഇതിനും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബാച്ച് ഓഫ്ലൈനും ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ലഭിക്കില്ല. അത്രയ്ക്ക് ഫീച്ചേഴ്സാണ് ഞങ്ങൾ തരുന്നത്. മക്കളെ സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, കൊമേഴ്സിൽ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം 999 സേ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് എഡ്യൂപോണിൻ്റെ കൂടെ പഠിക്കാം. അതിൽ ഞങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാസ്സസ് ഓൾറെഡി നമ്മളെ ക്ലാസ്സിൽ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും, 1 ഷോട്ട് ക്ലാസ് ഉണ്ടാവും. ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ടാർഗറ്റ് ചെയ്യുന്ന കുട്ടികൾ കൂടുതൽ ആ ഒരു റെക്കോർഡ് ക്ലാസ് കൂടുതൽ ശ്രദ്ധിക്കാൻ നോക്കുക. സെയിം എഴുതുന്ന കുട്ടികൾ കൂടുതൽ ലൈവ് ക്ലാസ്സസും കുറച്ചുകൂടി പേഴ്സണലൈസ് അറ്റൻഷനും എന്തെങ്കിലും ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് വേണ്ടി 1 ഷോട്ട് ക്ലാസ്സുകളും അല്ലെങ്കിൽ ലൈവ് ക്ലാസ്സുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡേ ടു ഡേ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നത് കേട്ടോ. ആ ഷെഡ്യൂൾ പ്രകാരം നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസും ഉണ്ടാവും. പോരാത്തതിന് നിങ്ങൾക്ക് പ്രോപ്പർ മെൻറ്റർ ഉണ്ടാവും. ആ മെൻറ്റർ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്ത് ചെയ്യണം, ചെയ്യേണ്ട, ഏത് പഠിക്കണം, ഏത് പഠിക്കേണ്ടതാണ് കേട്ടോ. അതേപോലെ മോക്ക് എക്സാംസ്, നിങ്ങൾക്ക് ഒരുപാട് എക്സാംസിൻ്റെ എക്സ്പോഷർ ഉണ്ടാവും. ആ എക്സ്പോഷർ കാരണം നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. സേ എക്സാമിന് ഉറപ്പായും സ്കോർ വാങ്ങാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇത്രയും കണ്ടവരുണ്ടെങ്കിൽ ബാച്ചിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യണം. വേറെ ഒന്നും ഇതിൽ ആലോചിക്കേണ്ട, നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. നിങ്ങൾ
പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കും, നിങ്ങൾ ഇത്തവണ പാസ്സാവുകയും ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. താഴെ ലിങ്ക് ഉണ്ടാവും, നമ്മളെ കമൻറ്റിൽ ഉണ്ടാവും. ആ കമൻറ്റിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇതുപോലൊരു ലാൻഡിംഗ് പേജിലുണ്ടാവും, അവിടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ, ഈ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാം. ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ പേര് നിങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾ ഇവിടെ കൊടുക്കണം. ചില ആൾക്കാർ യൂസർ നെയിം ഒക്കെ കൊടുക്കുക ഇൻസ്റ്റയിൽ, അതല്ല, നിങ്ങളുടെ പേര് കൊടുക്കണം. അതേപോലെ ഇമെയിൽ ഐ ഡി ഏതെങ്കിലും ഒരു വർക്കിംഗ് ഇമെയിൽ ഐ ഡി ആയാൽ വളരെ നന്ന്. നിങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൊടുക്കുക. ഇനി ഇവിടെ ഫോൺ നമ്പറാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മക്കളെ, ഫോൺ നമ്പർ കൊടുക്കുന്ന സമയത്ത് ആ നമ്പറിൽ OTP വരണം. പോരാത്തതിന് ആ നമ്പറിലായിരിക്കും നിങ്ങളുടെ എഡ്യൂപോർട്ട് ആപ്പ് ഓട്ടോമാറ്റിക്കലി അൺലോക്ക് ആവുക. അപ്പോൾ ആ നമ്പറായിരിക്കും അവിടെ കൊടുക്കേണ്ടത്, തെറ്റിക്കരുത്. വളരെ ഇമ്പോർട്ടൻറ്റ്. OTP വരുന്നു ഉറപ്പ് വരുത്തുക. പിന്നെ നിങ്ങൾക്ക് കോഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾ സയൻസ് ആണോ കൊമേഴ്സ് ആണോ ഹ്യൂമാനിറ്റീസും. പിന്നെ ഓരോ സബ്ജക്ട്സും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ചിലപ്പോൾ ഒരു കുട്ടിക്ക് ഒരു സബ്ജക്റ്റ് മാത്രമായിരിക്കും. അപ്പോൾ നിങ്ങൾ 999 മാത്രം മതി. ഫോർ എക്സാമ്പിൾ ഫിസിക്സ് ആണ്, നിങ്ങൾ ഈ +1 ആ ഒരു പ്ലസ് ചിഹ്നങ്ങൾക്ക് 1 നാക്കുക ഫിസിക്സ്. അപ്പോൾ നിങ്ങൾക്ക് 999 എന്ന് പറഞ്ഞാൽ ഫീസ് അവിടെ കാണിക്കും. ഇനി നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഇംഗ്ലീഷ് എടുക്കണമെങ്കിൽ, നിങ്ങൾക്ക് മാത്സ് എടുക്കണമെങ്കിൽ ഒരു തവണ ഒരു പ്ലസ് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എക്കണോമിക്സ് വേറെ ഏതെങ്കിലും ആണെങ്കിൽക്കോട്ടെ, നിങ്ങൾ ഒരു തവണ കൂടി അവിടെ പ്ലസ് എടുക്കുക. അപ്പോൾ നിങ്ങൾ ഓരോരോ സബ്ജക്റ്റും 999 വേണ്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്ജക്ട്സ് മാത്രമേ ചൂസ് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് അടിച്ചാൽ ഇതുപോലെ പേയ്മെൻറ്റ്. അപ്പോൾ ആ പേയ്മെൻറ്റ് ഉറപ്പ് വരുത്താൻ നിങ്ങൾ അറിയാതെ ഏതെങ്കിലും +1 അടിച്ചു പോകരുത്. ഇനി അങ്ങനത്തെ കേസും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കുക. എന്നിട്ട് അതിനുശേഷം നിങ്ങൾക്ക് ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ് വെച്ചിട്ട് പേയ്മെൻറ്റ് ആസ് യൂഷ്വൽ കംപ്ലീറ്റ് ചെയ്യാം. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 hour നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി ആപ്പ് അൺലോക്ക് ചെയ്യേണ്ടതാണ്. നമ്മൾ ഫ്രൈഡേ തൊട്ടാണ് ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് 1 shot ക്ലാസ്സസും മറ്റൊക്കെ ആപ്പിൽ അൺലോക്ക് ചെയ്യപ്പെടും. അപ്പോൾ ഒരു 1 hour ഡിലേ ഒക്കെ ഉണ്ടാവും. ഒരു രാത്രിക്കാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്, നിങ്ങൾ അറ്റ്ലീസ്റ്റ് രാവിലെ വരെയെങ്കിലും കാത്ത് കേട്ടോ. പിന്നെ അതിൻ്റെ ബന്ധപ്പെട്ട നമ്പർ ഞാൻ താഴെ തരാം. എന്തെങ്കിലും നിങ്ങൾക്ക് ടെക്നിക്കൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ പഠിക്കുക. നമ്മളെ ബാച്ചിൻ്റെ പേര് നിങ്ങൾ മറക്കരുത്, സേ ടു സക്സസ്. വെറുതെ പറയല്ല മക്കളെ, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായി ഞങ്ങൾ പഠിപ്പിക്കും. നിങ്ങൾ ഇത്തവണ പാസ്സാവുകയും ചെയ്യും. ആ വിൻ പെർസെൻറ്റേജ് നമുക്ക് കൂട്ടിയേ പറ്റൂ. സോ ഇതൊരു കൂട്ടായ പരിശ്രമമാണ്. നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കരുത്. എന്നെ കൊണ്ട് പറ്റുമോ പറ്റില്ല ഒന്നുമില്ല. നിങ്ങൾക്ക് പറ്റാത്തതായി ഒന്നും ഇവിടെ ഇല്ല. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് പറ്റാത്തൊരു എക്സാമോ കാര്യങ്ങളോ ഒന്നുമല്ല ഇത്. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പഠിപ്പിക്കാൻ ഞങ്ങൾ പഠിപ്പിച്ചു തരും. നിങ്ങളത് കൃത്യമായി ഫോളോ ചെയ്യുക. ഇത്തവണ ജൂൺ കഴിഞ്ഞ് ജൂലൈയിൽ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ പാസ്സാവും. അതുപോലെ തന്നെ നിങ്ങളെ കൂടെ എത്രയും കാലം പഠിച്ചവരെ കോളേജിൽ പോകുമ്പോൾ നിങ്ങൾക്കും കോളേജിൽ പോകാൻ പറ്റുകയും ചെയ്യും. ഒരു പേടിയും വേണ്ട. ചിലപ്പോൾ ചില അഡ്മിഷൻസൊക്കെ എന്ത് ചെയ്യും, അല്പം ലേറ്റ് ആയിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു വർഷം നിങ്ങൾ ലാഭിക്കുകയാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക കേട്ടോ. വേഗം ബാക്കിൽ ജോയിൻ ചെയ്യുക, പഠിക്കുക.